ഇന്ന് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് കോടിപതിയാവാനായിട്ടൊരു ആഗ്രഹമുണ്ടോ? കോടിപതിയാവാനായിട്ടുള്ള 5 ചെറിയ സ്റ്റെപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് കോടിപതിയാവാനൊക്കെ വളരെ എളുപ്പമാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന 5 കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ കോടിപതിയാവാനായിട്ട് സാധിക്കും. അതായത് ഒന്നാമത്തെ കാര്യം, പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു നിക്ഷേപം നടത്തി അതിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാകുന്നു. ആ ലാഭവും ആ മുതലും വീണ്ടും ഒരു അഡീഷണൽ ലാഭം ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മളുടെ നിക്ഷേപം വളരെ വലിയ രീതിയിൽ സമയം കഴിയും തോറും വർദ്ധിച്ച് വരുന്ന ഒരു രീതിയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയാം. അതായത് നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? അതായത് ഒരു രാജാവ് ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു 10 കോടി രൂപ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ആദ്യത്തെ ദിവസം 1, രണ്ടാമത്തെ ദിവസം 2, അങ്ങനെ പറഞ്ഞ് 1 മാസം പൈസ വേണമെന്ന് ചോദിച്ചു. നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നിങ്ങൾക്ക് 10 കോടി രൂപയാണോ വേണ്ടത്, അതല്ല ഓരോ ദിവസവും ഇരട്ടിച്ച് പോകുന്ന രീതിയിലുള്ള എമൗണ്ട് ആണോ വേണ്ടത്? ആ ആള് ബുദ്ധിമാനായിരുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് 10 കോടി രൂപയല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ഓരോ ദിവസവും ഇരട്ടിച്ച് വരുന്ന രൂപയാണ് വേണ്ടത്. അതായത് 1-ാം തീയതി 1 രൂപ, 2-ാം തീയതി 2, 3-ാം തീയതി 4, 4-ാം തീയതി 8, 16, 32, 64, 128, 256, അങ്ങനെ 30 ദിവസം കഴിഞ്ഞപ്പോൾ എത്ര രൂപയുണ്ടായിരുന്നത് കാണുമോ? ഈ സ്ക്രീനിലുണ്ട് ആ നമ്പർ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന പണം എത്ര കൂടുതൽ കാലം നല്ലൊരു നിക്ഷേപത്തിൽ കിടക്കുന്നുവോ അത് ഇരട്ടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. മാക്സിമം ഡ്യൂറേഷനിലേക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോവുകയും വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോടിപതി ആവാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പല വീഡിയോയിലും ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് വാങ്ങിയിട്ടുള്ള ആളും എൻഫീൽഡ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയായിട്ടുള്ള ഐഷർ മോട്ടോഴ്സിൻ്റെ ഷെയർ വാങ്ങിയ ആളും തമ്മിലുള്ളൊരു കമ്പാരിസൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഈ എൻഫീൽഡ് വാങ്ങിയിട്ടുള്ള ആൾ, അതായത് 1992 എൻഫീൽഡ് ബുള്ളറ്റ് വാങ്ങിയിട്ടുള്ള ആളും ആ സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ടിന് ഷെയർ വാങ്ങിയിട്ടുള്ള ആളും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയാൾക്ക്, അതായത് സ്റ്റോക്ക് വാങ്ങിയിട്ടുള്ള ആൾക്ക് ഓരോ മാസവും ഓരോ എൻഫീൽഡ് വാങ്ങാനുള്ള പൈസ, അതിൽ കൂടുതൽ പൈസ കിട്ടും. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ നമ്മൾ ചിലവാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ സേവ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും. അതാണ് രണ്ടാമത്തെ കോടിപതി ആവാനുള്ള രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ്, നമ്മൾ കോടിപതി ആവുന്നതിൽ നിന്ന് തടയുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ കടങ്ങളാണ്. കടങ്ങൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടങ്ങൾ കുറച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി കടങ്ങൾ എടുക്കാതിരിക്കുക. കടങ്ങൾ എടുത്താൽ തന്നെ കുറഞ്ഞ ഇൻട്രസ്റ്റുള്ള കടങ്ങൾ എടുക്കുക. കുറഞ്ഞ ഇൻട്രസ്റ്റുള്ള കടങ്ങൾ എടുത്താൽ തന്നെ അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. അതുപോലെ തന്നെ അത് മുൻകൂറായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും നോക്കുക. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. കടങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്കൗട്ട് ആവും. നിങ്ങൾ കോടിപതിയാവാൻ വളരെ എളുപ്പമായിരിക്കും. നാലാമത്തെ സ്മാർട്ട് ഗോളുകൾ എന്ന് പറയും. സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക്, ടൈം ബൗണ്ട്. ഇതാണ് സ്മാർട്ടിൻ്റെ എക്സ്പാൻഷൻ. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മൾക്ക് യോജിക്കുന്ന, നമ്മളുടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഗോൾ.
മെഷറബിൾ, നമ്മൾക്കത് മെഷർ ചെയ്യാൻ പറ്റണം. എത്ര രൂപ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റണം. അച്ചീവബിൾ ആയിരിക്കണം. അതായത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കോടിപതി ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ചീവബിൾ അല്ലേ, എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളതാണ് അല്ലേ. അതുപോലെ റിയലിസ്റ്റിക് ആയിരിക്കണം അല്ലേ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ ആയിരിക്കണം. അതുപോലെ ടൈം ബൗണ്ട് ആയിരിക്കണം, എത്ര സമയം കൊണ്ട് എന്നുള്ളത് നമുക്ക് പറയണം. അതായത് ഒരു ഉദാഹരണമായിട്ട് പറയാം, ഞാൻ എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് അടുത്ത 12 വർഷത്തിനുള്ളിൽ 1 കോടി രൂപ ഞാൻ ഉണ്ടാക്കും എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഗോളാണ്. മനസ്സിലായില്ലേ? അതേസമയം തന്നെ എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് കുറച്ച് പണം ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് സ്മാർട്ട് ഗോളല്ല. നമ്മൾ 15 വർഷം ഇത്ര രൂപ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ത്, സ്മാർട്ട് ഗോൾ. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്മാർട്ട് ഗോളുകൾ കണ്ടെത്തുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യും, സേവ് ചെയ്യുകയും ചെയ്യുക. അതിലെന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു സർവീസ് ഉണ്ട്, ഗോൾ ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് സർവീസ് എന്ന് പറയും. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് ലഭിക്കും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോശം പ്ലാനുകൾ ഒഴിവാക്കുക, മോശം നിക്ഷേപ പദ്ധതികൾ ഒഴിവാക്കുക. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ വളരെ മോശം പ്രോഡക്റ്റാണ്. എൻഡോമെൻറ്റ് പ്ലാനുകൾ വളരെ മോശം പ്രോഡക്റ്റാണ്. അതുപോലെ റെഗുലറായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വളരെ മോശം പ്രോഡക്റ്റാണ്. അതുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോശം പ്രോഡക്റ്റാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള കോയിനുകളോ അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോശം പ്രോഡക്റ്റാണ്. അതൊന്നും അല്ല കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസം. ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളിലും നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന ഓപ്ഷനുകളിലും മാത്രം നിക്ഷേപിക്കുക. അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങളും തട്ടിപ്പ് പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട് അല്ലേ. നമ്മൾ പണ്ട് LICയുടെ ജീവനുമംഗം എന്തുകൊണ്ടാണ് തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ HDFCയുടെ സഞ്ജയ് പ്ലസ് എന്തുകൊണ്ടാണ് തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ എല്ലാം എന്തുകൊണ്ടാണ് തട്ടിപ്പ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോകൾ നമ്മളുടെ ഈ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ തട്ടിപ്പ് ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൃത്യമായിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സർവീസുകളേക്കാൾ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റുകളേക്കാൾ വലിയ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ കമ്പനികളൊക്കെ നിങ്ങളെ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്ര സമയം കൊണ്ട് ഇത് ഡബിൾ ആവും, അല്ലെങ്കിൽ 5 കോടി രൂപ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ 2 കോടി രൂപ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ അങ്ങനെയുള്ള ഒരു ക്യാച്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർ പറയുകയും അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ ഇത് മാർക്കറ്റിനനുസരിച്ച് മാറുമെന്നോ, അല്ലെങ്കിൽ ഇതിൽ ഇന്ന ചാർജുകളുണ്ടെന്നോ, അല്ലെങ്കിൽ ഇത് 5 വർഷം കഴിയാതെ നമുക്ക് അതിൽ നിന്ന് പിൻവലിക്കാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ ഇതിന് ഇത്രമാത്രം കമ്മീഷനുകളാണ് ഉള്ളത് എന്നോ ഒന്നും അവർ പറയില്ല. അവർ പറയാൻ എന്താണ്, നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ എങ്ങനെയെങ്കിലും അവരുടെ പ്രോഡക്റ്റ് എടുപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രവുമായിട്ട് വരുന്നവരെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറയില്ല. അത് നിങ്ങൾക്ക് യോജിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കുകയും അത് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു രീതിയിലുള്ള നേട്ടം തരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അതായത് ഒരു 20 വർഷം കഴിഞ്ഞിട്ട് 1 കോടി രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ 20,000 രൂപ വെച്ച് അടയ്ക്കുന്നതിൽ യാതൊരുവിധ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ, ഇന്നത്തെ ഒരു 20,000 രൂപയുടെ ഒരു മതിപ്പേ ഒരു 20 വർഷം കഴിഞ്ഞ് ഒരു 20 കോടിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എങ്ങനെയാണ്, മണി വാല്യൂ എങ്ങനെയാണ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇത് ചെയ്യണം. മിക്കവാറും എല്ലാ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തട്ടിപ്പാണ്. പിന്നെ ഇൻഷുറൻസുകളും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കമ്പൈൻ ചെയ്യരുത്. ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് എന്തൊക്കെ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ടേം ഇൻഷുറൻസ് മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒരു താല്പര്യത്തിനും നിങ്ങളുടെ ഒരു കൺവീനിയൻസിനും അനുസരിച്ചുള്ള നിക്ഷേപങ്ങൾ, അതിപ്പോൾ പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപങ്ങളാവാം, ബാങ്കുകളിലെ നിക്ഷേപങ്ങളാവാം, അല്ലെങ്കിൽ കമ്പനികളുടെ ബോണ്ടുകളിലും കടപ്പത്രങ്ങളിലും ആവാം, അല്ലെങ്കിൽ RBI ബോണ്ടുകളിലാവാം, സ്വർണത്തിലാവാം, മ്യൂച്വൽ ഫണ്ടുകളിലാവാം, സ്മോൾ കേസുകളിലാവാം, ഇക്വിറ്റി സ്റ്റോക്കുകളിലാവാം. ഇത് നമ്മളുടെ താല്പര്യത്തിനും നമ്മളുടെ ആവശ്യത്തിനും അനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എടുക്കുക. അല്ലാതെ ഇത് ഒരു പ്രോഡക്റ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും വൃത്തിയായിട്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്നും എൻഡോമെൻറ്റ് പ്ലാനുകളിൽ നിന്നുമൊക്കെ പരമാവധി അകലം പാലിക്കുക. അത് നിങ്ങളെ കോടിപതിയാക്കാൻ വളരെ എളുപ്പത്തിൽ സഹായിക്കും. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള ആസ്ക് റുപ്പിമംഗ് സർവീസിലേക്ക് 8848030018 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുമാത്രമല്ല, ഈ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്.